ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐശ്വര്യ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അഡ്വാൻസ്ഡ് ലെവൽ ടോപ്പിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ബിഗിനർ ട്യൂട്ടോറിയൽസ്, പുതിയ ബിഗിനർ ട്യൂട്ടോറിയൽസ് കാണാൻ തുടങ്ങിയ ആൾക്കാരെ ഈ ട്യൂട്ടോറിയൽ കാണാമെന്നില്ല. കാരണം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ 1 2 3 4 5 6 എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. അതിനിടയ്ക്ക് വേറെ നമ്പരൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ മുതിർന്ന ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ 1.5 1.2 അല്ലെങ്കിൽ 1.6 എന്നൊക്കെയുള്ള ഫ്രാക്ഷൻസ് ഇതിനിടയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മളെ ആദ്യം പഠിപ്പിച്ചത് 1 2 3 എന്നാണല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഇല്ലെന്നാണല്ലോ പഠിപ്പിച്ചത്, എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ 1.2 1.3 ഒക്കെ പഠിപ്പിക്കുന്നതെന്ന് ആലോചിക്കും. അപ്പോൾ അതുപോലുള്ള ഒരു ടോപ്പിക്കാണ് ഫോട്ടോഗ്രാഫി റിലേറ്റഡ്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ട്യൂട്ടോറിയൽസ് കാണുന്ന ഒരാളാണെങ്കിൽ ഈ ട്യൂട്ടോറിയൽ ഇപ്പോൾ കാണേണ്ട കാര്യമില്ല. കുറച്ചൊരു 6-7 ബിഗിനർ ട്യൂട്ടോറിയൽസ് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടാലും പിന്നെയും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ISO ഇൻവേരിയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. കുറച്ച് ടഫ് ഒരു ടോപ്പിക്കാണ്. ഞാൻ ആക്ച്വലി ഇന്നലെ ഫുൾ ഒരു രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി വരെ ഈ സംഭവം ഇരുന്ന് പഠിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. വേറെ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഇത്രയും ടൈം എടുത്ത് എനിക്ക് പഠിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞാൻ പഠിച്ചത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് എന്താണോ അതിൻ്റെ ഉള്ളടക്കം എന്ന് വളരെ സിമ്പിളായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആരെങ്കിലും ചോദിച്ചാൽ ISOയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവരോട് പറയാൻ സാധിക്കും. ഈ വീഡിയോ അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ISO ഇൻവേരിയൻസ് എന്ന് പറഞ്ഞാൽ? അതിനു മുമ്പ് നിങ്ങൾക്കറിയാം, ടോണി നോർത്രപ്പ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, നല്ലൊരു ക്ലാസ്സൊക്കെ നന്നായിട്ട് എടുക്കുന്നൊരു വ്യക്തിയാണ്. ഈ ടോണി നോർത്രപ്പിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ, ഇദ്ദേഹത്തിന് മാത്രമല്ല മറ്റ് പലരുടെയും വീഡിയോ കണ്ടിട്ടൊക്കെയാണ് ഞാനും ഫോട്ടോഗ്രാഫി പഠിച്ചത്. അപ്പോൾ ടോണി നോർത്രപ്പിൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് ISO ഈസ് ഫേക്ക് എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ. ISO ഈസ് ഫേക്ക് എന്ന് പറയുന്ന വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ISO നമ്പറുകൾ പല കമ്പനികളും ഇടുന്നത് കമ്പനികളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതായത് കനോൺ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മോഡലിൽ 5D Mark IVൻ്റെ ISOയും ISO 100-ൽ വെച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇമേജും സെയിം സെറ്റപ്പിൽ തന്നെ ഒരു വേറെ ഏതെങ്കിലും ഒരു മോഡൽ, കനോണിൻ്റെ തന്നെ മോഡലായാലും കുഴപ്പമില്ല, നൈക്കോൺ മോഡലോ സോണി മോഡലോ ഒക്കെ സെയിം ISO 100-ൽ ഷൂട്ട് ചെയ്താൽ കിട്ടുന്ന ആ ഒരു പിക്ചറിൻ്റെ ബ്രൈറ്റ്നസ് തമ്മിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ ക്യാമറ കമ്പനികൾ നമ്മളെ കബളിപ്പിക്കുകയാണ്. മീൻസ് ISO 100 എന്ന് പറയുന്ന ക്യാമറയിൽ കാണുന്നത് ചിലപ്പോൾ ISO ഒറിജിനലി 50 ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ISO 50 ആണ് ഒരു ISO 100 എന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ISO ഫേക്ക് ആണെന്നാണ്. അപ്പോൾ ഇതിനുള്ളിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ISO ഇൻവേരിയൻസ് എന്ന് പറയുന്ന പുതിയൊരു ക്യാമറയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ISO ഇൻവേരിയൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ISO ഇൻവേരിയൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബേസിക്കലി മിക്ക ക്യാമറകളിലും നമ്മൾ ISO യൂസ് ചെയ്യുന്നത് ISO 100 ഇട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഷട്ടർ സ്പീഡും അപ്പർച്ചറുമാണ് നമ്മൾ ബേസിക്കലി ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്ക് ആവശ്യത്തിന് വെട്ടം കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ISO ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ISO ഇൻവേരിയൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ISO 100-ലിട്ട് ഷൂട്ട് ചെയ്താലും ISO 800-ലിട്ട് ഷൂട്ട് ചെയ്താലും ക്യാമറയിൽ കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. അതായത് ISOയ്ക്ക് നമ്മളുടെ ഫൈനൽ പിക്ചറിൽ എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ്. ISO ഇൻവേരിയൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് JPEG ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഡൈനാമിക് റേഞ്ച് അല്ലെങ്കിൽ ഈ ISO ഇൻവേരിയൻസ് ഒക്കെ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ JPEG-ലാണ് ഷൂട്ട് ചെയ്യുന്നെങ്കിൽ ഈ വീഡിയോ കാണേണ്ട തന്നെ കാര്യമില്ല. റോ ഫോർമാറ്റിലാണെങ്കിൽ തീർച്ചയായും കാണുക. ISO ഇൻവേരിയൻസ് എന്ന് പറഞ്ഞാൽ, അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. എങ്കിലും എക്സാമ്പിളിലേക്ക് പോകാതെ സിമ്പിളായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാം. ഞാനിപ്പോൾ ഒരു ഈവനിങ് ബീച്ചിലാണ് നിൽക്കുന്നത്. ഈവനിങ് ബീച്ചിൽ നിന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു സൺസെറ്റ് കറക്റ്റായിട്ട് കിട്ടണം. ഞാൻ അതിന് അനുബന്ധിച്ച ഒരു ഫോട്ടോ, 1-2 ഫോട്ടോസ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ആക്ച്വലി വൈഫുമായിട്ട് പോയപ്പെടുത്ത 1-2 ഫോട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് സ്കൈ ബ്രൈറ്റായിട്ട് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ സ്കൈ ബ്രൈറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഈവനിങ് കടപ്പുറമാണ്. അപ്പോൾ കടപ്പുറത്ത് നിന്ന് സ്കൈ ബ്രൈറ്റായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ലാൻഡ് ഏരിയ പൂർണ്ണമായിട്ടും ഇരുണ്ടു പോകും. അപ്പോൾ നമുക്ക് ലാൻഡ് ഏരിയയിലെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ബ്രൈറ്റ് ആക്കാൻ ശ്രമിച്ചാൽ അവിടെ ചെറിയ ഗ്രെയിൻസ് പോലെ
നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചെറിയ നോയ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ പിന്നീട് ബ്രൈറ്റ് ആക്കുമ്പോൾ. പിന്നെ രണ്ടാമതൊരു ഓപ്ഷൻ നമുക്ക് ISO കൂട്ടുക എന്നുള്ളതാണ്. ഒരു ഇരുണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ISO കൂട്ടുമ്പോൾ നമ്മുടെ സ്കൈയിൽ നമുക്ക് ഡീറ്റെയിൽ നഷ്ടപ്പെടും. അതായത് ടോട്ടലി ഒരു ഓവറോൾ ബ്രൈറ്റ്നസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ISO ഇൻവേരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ നമുക്ക് ഒരു ISO 100-ൽ, അതായത് നമ്മൾ ഉദാഹരണത്തിന് ഒരു ഫോട്ടോ എടുക്കുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇരുണ്ട ടൈമാണ്. നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് മിനിമം അപ്പർച്ചർ മാക്സിമം ഓപ്പൺ ചെയ്തു, ഷട്ടർ സ്പീഡ് നമുക്ക് പറ്റുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ടും നമുക്ക് ചിത്രം ഡാർക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ISO കൂട്ടി ഒരു 800-ലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ട് കറക്റ്റ് എക്സ്പോഷറൊക്കെ നമുക്ക് കിട്ടി, നമ്മളൊരു ഫോട്ടോ എടുത്തു. സെയിം തന്നെ ISO ഇൻവേരിയൻ്റ് ആയിട്ടുള്ള ഒരു സെൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ISO 100-ൽ ഷൂട്ട് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റ് റൂമിലോ അതുപോലുള്ള സോഫ്റ്റ്വെയറിലോ കൊണ്ടുചെന്ന്, അപ്പോൾ നിങ്ങൾ ക്യാമറയിൽ ISO 100-ൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചിത്രം വളരെ ഡാർക്ക് ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ആകാശവും കാണത്തില്ല, കരയും കാണാൻ സാധിക്കത്തില്ല. അങ്ങനത്തെ ഒരു ചിത്രമായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ കാര്യം അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ ISO ഇൻവേരിയൻ്റ് ആയിട്ടുള്ള സെൻസറിലെ ഫോട്ടോ നിങ്ങൾ ലൈറ്റ് റൂമിൽ കൊണ്ടുചെന്ന് എക്സ്പോഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 5 സ്റ്റോപ്പ് വരെ, മാക്സിമം നമുക്ക് ലൈറ്റ് റൂമിൽ 5 വരെയാണ് എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നത്. ലൈറ്റ് റൂം മാത്രമല്ല, അതുപോലുള്ള സോഫ്റ്റ്വെയറുകളുടെ എല്ലാം കാര്യമാണ് ഞാൻ പറയുന്നത്. ലൈറ്റ് റൂമിൽ നമ്മൾ എക്സ്പോഷർ 5 വരെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചിത്രം ബ്രൈറ്റ് ആകും. പക്ഷേ മീൻസ് ഒരു ഇരുണ്ട ചിത്രമാണ്, പക്ഷേ നിങ്ങൾക്ക് ആ ചിത്രത്തിലെ എല്ലാ ഡീറ്റെയിലും വീണ്ടെടുക്കാൻ സാധിക്കും. അതിന് കൂടെ തന്നെ ചിത്രത്തിൽ യാതൊരുവിധ ഗ്രെയിൻസും ഉണ്ടാകത്തില്ല. മീൻസ് നമ്മൾ ISO 800-ൽ ഇട്ട് ഷൂട്ട് ചെയ്യുന്ന അത്രയും, ഇപ്പോൾ നമ്മൾ ഒരു Canon 80D ആണ് യൂസ് ചെയ്യുന്നത്, ISO 800-ൽ ഷൂട്ട് ചെയ്താൽ വലുതായിട്ട് നമുക്ക് ഗ്രെയിൻസ് കാണത്തില്ല ക്യാമറയിൽ. സെയിം ആ ഒരു രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ചിത്രത്തെ കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ISO ഇൻവേരിയൻസ് എല്ലാ സിറ്റുവേഷനിലും യൂസ്ഫുൾ അല്ല. നമുക്ക് ISO ഇൻവേരിയൻസ് എങ്ങനെ യൂസ്ഫുൾ ആകും എന്ന് നോക്കാം. സെയിം ചിത്രം തന്നെ നമുക്ക് എടുക്കാം. നമ്മൾ സ്കൈക്ക് വേണ്ടി എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാൻഡിലെ, കരയിലെ കാര്യങ്ങളെല്ലാം ഡാർക്ക് ആയിട്ടാണ് കിട്ടുന്നത്. യാതൊരു വിധമായ ഡീറ്റെയിലും ആ പോർഷനില്ല. ഒരു നിഴൽ പോലെയാണ് നമുക്ക് കര കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ് റൂമിൽ ഈ ഫോട്ടോ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചിത്രത്തിൽ ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്തതിന് ശേഷം, അതായത് നമുക്കൊരു സ്ലൈഡിങ് ഫിൽറ്റർ ഉണ്ട് ലൈറ്റ് റൂമിൽ, അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്തതിന് ശേഷം, ബോട്ടത്തിൽ നിന്ന് മുകളിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ എക്സ്പോഷർ ഇൻക്രീസ് ചെയ്താൽ കരഭാഗത്തെ എക്സ്പോഷർ നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, നോർമലി നമ്മളങ്ങനെ കൂട്ടുമ്പോൾ ഈ ഭാഗത്ത് നമ്മൾ എത്രമാത്രം എക്സ്പോഷർ കൂട്ടുന്നോ അതിനനുസരിച്ച് ഗ്രെയിൻസും കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ ISO ഇൻവേരിയൻസ് സെൻസർ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വെട്ടം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ISO നമ്മൾ എത്ര സ്റ്റോപ്പ് ലൈറ്റ് ആണോ കൂട്ടുന്നത്, അതായത് ലൈറ്റ് റൂമിലെ 1 to 5 എന്ന് പറയുന്ന എക്സ്പോഷർ സ്ലൈഡറിൽ ISO 1, എക്സ്പോഷർ 1, 2, 3, 4, 5 ഇതുവരെ ഓരോ നമ്പറും നമ്മൾ കൂട്ടുമ്പോൾ ISO ആണ് ആക്ച്വലി കൂടുന്നത്, പ്രകാശമാണ് കൂടുന്നത്. അതായത് ISO 100, 200, 400, 800, 1600 എന്നിങ്ങനെയാണ് കൂടുന്നത്. ISO 1600-ൽ ഓക്കെ, നമ്മൾ 1600 വരെ പോകുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യത്തെ ചിത്രം 800-ലാണ്, ISO 800-ലാണ് എടുത്തത്. ഓക്കെ, ISO 800-ലാണ് എടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ചിത്രത്തിൽ, നമ്മൾ ISO 100-ൽ എടുത്ത ചിത്രത്തിൽ എക്സ്പോഷർ 4 എന്ന് പറയുന്ന നമ്പർ വരെ മാത്രം കൂട്ടിയാൽ മതി. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് രണ്ട് ചിത്രവും ഒരുപോലെ ആകും. അപ്പോൾ നമുക്കിവിടെ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ ISO 800-ൽ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കൈ മൊത്തം ബ്ലോൺ ഔട്ടായി പോയി. നമുക്ക് കര കറക്റ്റായിട്ട് കിട്ടി, പക്ഷേ സ്കൈ മൊത്തം ബ്ലോൺ ഔട്ടായിട്ട് പോയി. രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ ISO 100-ലിട്ട് നമ്മുടെ സ്കൈ കറക്റ്റായിട്ട് എക്സ്പോസ് ചെയ്തു. പിന്നെ നമ്മുടെ ബോട്ടം പോർഷൻ മാത്രം എക്സ്പോഷർ കൂട്ടി, ഒരു നമ്പർ 4 വരെ എക്സ്പോഷർ സ്ലൈഡറിൽ കൂട്ടി. അങ്ങനെ കൂടുമ്പോൾ ISO 800 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ISO 800-ന് തുല്യമാകും. അതുപോലെ തന്നെ ചിത്രത്തിൽ ഗ്രെയിൻസും വലിയതായിട്ടുണ്ടാകത്തില്ല. അപ്പോൾ ISO ഇൻവേരിയൻസ് എന്ന് ബേസിക്കലി പറഞ്ഞാൽ ISO നമ്മുടെ ചിത്രത്തിൻ്റെ ഒരു ഘടകമേ അല്ല. അപ്പർച്ചറും ഷട്ടർ സ്പീഡും മാത്രമാണ് ക്യാമറയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിത്രത്തെ ബാധിക്കുന്ന ഒരു ഘടകം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനെയാണ് നമ്മൾ ISO ഇൻവേരിയൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി പുതിയ ക്യാമറകളിൽ, Canon ക്യാമറകളിൽ ഒരെണ്ണത്തിൽ പോലും ഈ ISO ഇൻവേരിയൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പുതിയൊരു ടെക്നോളജി നമുക്ക് Canon ക്യാമറകളിൽ ഇല്ല എന്ന് പറയാം. പിന്നീട് ISO ഇൻവേരിയൻസ് ഒരു 90% ഉള്ളത് സോണി A7R3 ക്യാമറയിൽ, പിന്നെ Fuji X-T1, Fuji X100, Fuji X-E1, Nikon D810, Nikon D750, Nikon D7100, Nikon D5500, Pentax K5 എന്നിങ്ങനെയുള്ള ക്യാമറകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ
ISO ഇൻവേരിയൻസ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മിക്ക ആൾക്കാരും അവകാശപ്പെടുന്നത് ഏറ്റവും ബെസ്റ്റ് ISO ഇൻവേരിയൻറ്റ് ക്യാമറ ഫ്യൂജി X-T1 ആണ്. അതുപോലെ തന്നെ നിക്കോൺ D750 അതുപോലെ തന്നെയുള്ള ഒരു ISO ഇൻവേരിയൻസ് ഉള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ ഇത് മീൻസ് നമ്മളൊരു ഡാർക്ക് സിറ്റുവേഷൻസിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് ഗ്രെയിൻസ് അധികം വരാതെ, നമ്മുടെ ചിത്രത്തിൽ വരാതെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപകരിക്കുന്ന ഒരു പുതിയ ഫീച്ചർ അല്ലെങ്കിൽ പുതിയൊരു കണ്ടുപിടുത്തമാണെന്ന് നമുക്ക് പറയാം. ഫ്യൂച്ചറിലുള്ള ക്യാമറകളിൽ ചിലപ്പോൾ ISO എന്ന് പറയുന്ന ഒരു പോർഷൻ തന്നെ കാണത്തില്ലായിരിക്കും. നമ്മൾ എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് പറയുന്ന ആ ഒരു ഐഡിയ തന്നെ ഫ്യൂച്ചറിൽ ഇല്ലാതാകും. അതിന് പകരം നമ്മൾ ഷട്ടർ സ്പീഡും അപ്പർച്ചറും യൂസ് ചെയ്ത് മാത്രമായിരിക്കും ചിലപ്പോൾ ക്യാമറ നമ്മുടെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യുന്നത്. ISO ഇൻവേരിയൻ്റ് നമുക്ക് 100% ഇതുവരെ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ISO എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്കില്ല. ISOയ്ക്ക് പകരം ജസ്റ്റ് നമുക്ക് സ്ക്രീനിൽ കാര്യങ്ങൾ കറക്റ്റായി കാണുന്ന ഒരു LCD സ്ക്രീൻ മാത്രം വെച്ചാൽ മതി. നമുക്കറിയാം ഇപ്പോഴത്തെ ക്യാമറകൾക്ക് നമ്മൾ LCD സ്ക്രീനിൽ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് സീനിനനുസരിച്ച് നമ്മുടെ LCD സ്ക്രീൻ കറക്റ്റായിട്ട് ക്രമീകരിക്കും സീൻ. പക്ഷേ നമുക്ക് ഫൈനൽ ഇമേജ് അതുപോലെ അല്ലായിരിക്കും. അങ്ങനത്തെ ഓപ്ഷൻ ATDയിലുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇതുപോലുള്ള നമുക്ക് നമ്മുടെ പിക്ചർ എങ്ങനെ വരും എന്ന് ചിലപ്പോൾ നമ്മുടെ LCD സ്ക്രീനിൽ ഫൈനൽ ഇമേജിൻ്റെ ചിത്രം ചിലപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും ISO ഇല്ലാതെ തന്നെ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ISO ഇൻവേരിയൻസ് യൂസ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്താൽ നമുക്ക് ക്യാമറയിൽ കിട്ടുന്ന റോ ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഫയലായിരിക്കും. പിന്നീട് നമ്മളത് ലൈറ്റ് റൂമിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതാണ് ISO ഇൻവേരിയൻസ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് ഞാൻ പഠിച്ച കാര്യങ്ങൾ അതേപോലെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയോ എന്നൊരു സംശയവുമുണ്ട്. ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമുണ്ട്. അതായത് നമ്മുടെ ISOയിൽ എങ്ങനെ ഫോട്ടോൺസ് പതിക്കുന്നു, അതായത് പ്രകാശം പതിക്കുന്നു, ഈ ഫോട്ടോൺസ് എങ്ങനെ പിന്നീട് ഇലക്ട്രോൺസായി മാറുന്നു, ഈ ഇലക്ട്രോൺസിനെ എങ്ങനെ നമ്മുടെ സെൻസറിൽ നിന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നു, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു റിസർച്ചൊക്കെ നടത്തി കഴിഞ്ഞാൽ പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ISO ഇൻവേരിയൻസ് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ISO ഇൻവേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ ചിത്രത്തിൽ, അതായത് 100% ISO ഇൻവേരിയൻസ് ആണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ISO എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഡാർക്ക് ഫോട്ടോ ആണെങ്കിലും പിന്നീട് നമുക്ക് സോഫ്റ്റ്വെയറിൽ ഇത് എക്സ്പോഷർ കൂട്ടി നല്ലൊരു ചിത്രം കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ 100% ISO ഇൻവേരിയൻറ്റ് അല്ലാത്ത ക്യാമറകൾ ഇപ്പോഴുണ്ട്. അതായത് 100 to 800 ഒരു ISO. അതായത് നിങ്ങൾ 100 ഷൂട്ട് ചെയ്താലും 200 ഷൂട്ട് ചെയ്താലും 800 ഷൂട്ട് ചെയ്താലും ലൈറ്റ് റൂം അല്ലെങ്കിൽ അതുപോലത്തെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ISO കുറച്ച് കൊണ്ടുവരികയോ കൂട്ടുകയോ ചെയ്യാം. അതായത് ഈ 100 to 800 ഉള്ള ISO സെയിം ISO തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകും എന്ന് മാത്രം. അങ്ങനെ ഒരു പാർഷ്യലായിട്ട് ISO ഇൻവേരിയൻസ് ഉള്ള സെൻസറുകളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ക്യാമറകളുടെ ലിസ്റ്റ്: ഒളിമ്പസ് OMD EM1, ഒളിമ്പസ് OMD EM52, സോണി A7S, സോണി NEX7 എന്ന് പറയുന്ന ക്യാമറകളൊക്കെ ഈ ഒരു പാർഷ്യൽ ISO ഇൻവേരിയൻസ് ഉള്ള ക്യാമറകളാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ എന്ന് എനിക്ക് വീണ്ടും സംശയമുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക ISO ഇൻവേരിയൻസിനെ കുറിച്ച്. അപ്പോൾ പുതിയതായി ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ എക്സ്പോഷർ ട്രയാങ്കിൾ ഇപ്പോൾ പഠിക്കുക. നമുക്ക് ഇപ്പോൾ ഇത് ആവശ്യമുണ്ട്. കനോൺ ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുവരെ ISO ഇൻവേരിയൻസ് എന്ന് പറയുന്ന സംഭവം അവർക്ക് എന്താണെന്ന് പിടികിട്ടിയോന്ന് തന്നെ സംശയമുണ്ട്. ഞാനും ഈ ISO ഇൻവേരിയൻസ് എന്ന കാര്യം ഇന്നലെയാണ് അറിയുന്നത്. ഞാൻ ഈ ടോണി നോർത്രപ്പിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലായത്. ഇങ്ങനൊരു ഒരു പുതിയ ടെക്നോളജി വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കനോണൊക്കെ ഈ കാര്യത്തിൽ പുറകിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടെക്നോളജി വൈസ് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു ക്യാമറ കനോണാണ്. ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ബാക്കി എല്ലാ കമ്പനികൾക്കും ഉണ്ട്. നൈക്കോണിൻ്റെ പുതിയ Z7, Z6 ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ISO ഇൻവേരിയൻസ് ചില ക്യാമറകളും ചില കമ്പനികളും അവരുടെ ചില മോഡലുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കനോൺ മാത്രം ആ പഴയൊരു രീതിയിൽ പുതിയ മോഡലുകൾ ഇറക്കുന്നു, പുതിയ പേരുകൾ ഇടുന്നു എന്നല്ലാതെ അതിൽ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും ISO ഇൻവേരിയൻസ് എന്ന ടോപ്പിക്ക് ഞാനിവിടെ നിർത്തുകയാണ്. മനസ്സിലായില്ലെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ വിചാരിച്ചാണ്. ഏകദേശം ഒരു 4-5 മണിക്കൂർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പ്രത്യേകം നന്ദി. ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.